ഹലോ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലീസ്, എല്ലാവർക്കും എൻ്റെ ഹാപ്പി സൺഡേ. സോ പള്ളിയിൽ പോകാൻ വേണ്ടി എല്ലാവരും എണീറ്റോ? ഇന്ന് എന്താണ് സൺഡേ എല്ലാവർക്കും പരിപാടി? ഇത് ഞാൻ പള്ളിയിൽ പോകാൻ വേണ്ടി എണീറ്റ ഒരു വ്ലോഗാണ്. അപ്പോൾ ഞാൻ നടന്നു പോകുന്ന വഴി കണ്ട ഒരു മരമാണ്. നല്ല രസമില്ലേ കാണാൻ? ഇതാണ് ഓസ്ട്രേലിയയിലെ പലതരത്തിലുള്ള വീടുകൾ. ഇത് ഒരു വീടാട്ടോ. അപ്പോൾ ഇവിടുത്തെ കൺസ്ട്രക്ഷനൊക്കെ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാമെന്ന് ഓർത്ത് ഞാൻ പോകുന്ന വഴി ഇങ്ങനെ സിമെൻറ്റഡ് ആയിട്ടുള്ള നമുക്ക് നടക്കാൻ പറ്റുന്ന ഒരു പാത്വേ ഉണ്ട്. ഇതാണ് നമ്മുടെ ഓസ്ട്രേലിയയിലെ കൺസ്ട്രക്ഷൻ. വീടിൻ്റെയൊക്കെ കൺസ്ട്രക്ഷൻ കണ്ടോ, നമ്മുടെ അവിടെ നിന്ന് കുറച്ച് ഡിഫറെൻ്റ് ആണ്. ഞാൻ നമ്മുടെ കേരളത്തിലെ തന്നെ പാലാ രൂപതയുടെ 600 ഇടവകയിൽ നിന്നാണ് വരുന്നത്. അപ്പോൾ ഞങ്ങളവിടെ ഫോളോ ചെയ്യുന്നത് സീറോ മലബാർ സഭയുടെ ഒരു രീതികളാണ്. പക്ഷെ ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇംഗ്ലീഷ് മാസുകളൊക്കെ നമുക്ക് ഹോളി മാസൊക്കെ ലാറ്റിൻ രീതികളിലാണ് ഇവിടെ ഫോളോ ചെയ്യുന്നത്. ഇത് ഞാൻ പോകുന്ന ആ ഒരു റോഡ് സൈഡും അവിടുത്തെ വഴിയുമാണ്. ഈ സംഭവം എന്ന് പറയുന്നത് നമ്മുടെ ചർച്ച് തന്നെയാണ്, പക്ഷെ നമ്മളിൽ നിന്ന് വ്യത്യാസമായിട്ടുള്ള കുരിശിൻ്റെ അവിടെ ഒരു വട്ടം കണ്ടോ, അതിനെ പ്രസ്ബിറ്റേറിയൻ ചർച്ച് എന്നാണ് പറയുന്നത്. ഇത് ബെന്തക്കോസിൻ്റെ പള്ളിയാണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. എനിക്കറിയത്തില്ല. ഏതായാലും ഞാൻ പോകുന്ന പള്ളി കാത്തലിക് ചർച്ചാണ്. അത് ഇനി വരുന്ന വഴിയാണ്. ഇത് നമ്മുടെ പള്ളിയുടെ ആ പുറകു ഭാഗം. നമ്മൾ നടന്നു പോവാണ് പള്ളിയിലേക്ക്. ഇപ്പോൾ കുറച്ച് വണ്ടിയൊക്കെ കുറവാട്ടോ, സൺഡേ ആയതുകൊണ്ട്, അല്ലെങ്കിൽ ഭയങ്കര തിരക്കാണ്. ഇതാണ് സെൻറ്റ് ഡാക്ലൻസ് കാത്തലിക് ചർച്ച്. നമ്മൾ അകത്തേക്ക് കയറുന്ന എൻട്രി. ഇതാണ് നമ്മുടെ അകത്തെ ഭാഗം. നമുക്കറിയാം കുരിശിൻ്റെ വഴിക്ക് 14 സ്ഥലങ്ങളുണ്ട്. അതിൽ 12 ഇവിടെയും 2 അവിടെ ആയിട്ടാണ്. അപ്പോൾ അതെല്ലാം നല്ല നീറ്റ്ലി നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ആ ഒരു ഗ്ലാസ് കണ്ടോ, ആ ഗ്ലാസിൻ്റെ അങ്ങോട്ട് നമ്മുടെ സൺലൈറ്റ് വീഴുമ്പോൾ ഭയങ്കര രസമാകും കാണാൻ വേണ്ടി. വേറെ ഒരു ലൈറ്റിൻ്റെ ആവശ്യമില്ല, അല്ലാതെ തന്നെ ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ് കാണാൻ. ഇത് നമ്മുടെ പുറകു ഭാഗത്തുനിന്ന് അൾത്താരയിലേക്ക് നോക്കുന്ന ഒരു വ്യൂ ആണ്. അവിടുത്തെ ഒരു അറേഞ്ച്മെൻറ്റ് കണ്ടോ, ആ ലൈറ്റിങ്സും ആ ഈശോയുടെ ഒരു രൂപവും നമ്മുടെ അവിടെ നിന്ന് ഭയങ്കര ഡിഫറെൻ്റാണ്. ഇപ്പോൾ നിങ്ങൾ നോക്കുമ്പോൾ അവിടെ ഒരു വൈറ്റ് സ്ക്രീൻ കാണാം. അതെന്താണെന്ന് വെച്ചാൽ നമുക്ക് കുർബാനയുടെ ചില ഭാഗങ്ങൾ ഇങ്ങനെ അറിയാതെ വരുമ്പോൾ അത് ഏറ്റു ചെല്ലാൻ വേണ്ടി അവർ ഇതിൻ്റെ അകത്ത് ഒരു പ്രസൻറ്റേഷൻ പോലെ കൊടുക്കും. അപ്പോൾ ലെറ്റേഴ്സ് ഓൾറെഡി അതിൻ്റെ അകത്ത് റിട്ടേൺ ആയിട്ട് വരും. അപ്പോൾ നമുക്കത് ഏറ്റു ചൊല്ലാൻ വേണ്ടി, റിപ്ലൈ ഒക്കെ ചെല്ലാൻ വേണ്ടി വളരെ യൂസ്ഫുൾ ആണ്. ഇതാണ് നമ്മുടെ ബാപ്റ്റിസത്തിൻ്റെ ഒക്കെ ആ ഒരു ഏരിയ. മാമോദീസ തൊട്ടി അത് കൺസ്ട്രക്ട് ചെയ്തിരിക്കുന്നത് നമ്മുടെ അൾത്താരയുടെ തൊട്ടടുത്തായിട്ടാണ്. ഇത് നമ്മുടെ അൾത്താരയുടെ അവിടെ നിന്ന് പുറകിലേക്കുള്ള ഒരു വ്യൂ ആണ്. ഞാൻ എൻ്റയർ വ്യൂ ഇങ്ങനെ സർക്കിൾ ചെയ്ത് എടുത്തിട്ടുണ്ട്. നമുക്കറിയാം പള്ളിയുടെ അകമെന്ന് പറയുന്നത് വളരെ സേക്രഡ് ആണ്. അപ്പോൾ ഞാൻ പ്രീസ്റ്റിൻ്റെ പെർമിഷനൊക്കെ ചോദിച്ചിട്ടാണ് ഈ ഒരു വീഡിയോ എടുത്തത്. ഇത് നമ്മുടെ പുറകിലെ ഭാഗമാണ്. അപ്പോൾ ഇവിടെ നമുക്ക് തിരിയൊക്കെ കത്തിക്കുന്ന രീതിയിലുള്ള സൗകര്യം ഒരുക്കിയിട്ടുണ്ട്. പക്ഷേ അത് എക്സാക്ട്ലി തിരിയല്ല, ഒരു ബൾബ് പോലത്തെ സംഭവമാണത്. കാരണം മാതാവിൻ്റെ രൂപവും കൊച്ചു ത്രേസ്യയുടെ രൂപവും ഒക്കെ അവിടെ കാണാം. അപ്പോൾ എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഇനിയും നല്ല വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരും. സോ സ്റ്റേ ട്യൂൺഡ്. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുകയും ഫോളോ ചെയ്യുകയും ചെയ്യണം. താങ്ക് യു.